ഹായ് ഗായ്സ്, ഇന്നൊരു പൂച്ചക്കഥ കേട്ടാലോ? ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പൂച്ചയെ കൊണ്ടുവരാനായിട്ട് ഒരു പൂച്ചയെ പിടുത്തത്തിൻ്റെ കഥ. പിള്ളേരെ പിടുത്തം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പൂച്ചയെ പിടിക്കാൻ പാവും. ഓക്കെ, എൻ്റെ സോഷ്യൽ മീഡിയ പേജസൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. എൻ്റെ വീട്ടിൽ പണ്ടൊരു കറുത്ത പൂച്ചയുണ്ടായിരുന്നു. അവനുള്ളപ്പോഴെന്ന് പറഞ്ഞാൽ ഒരൊറ്റ എലിയോ പാമ്പോ ഒന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് അടുത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര എലിശല്യം. അപ്പോൾ എന്തായാലും ഒരു പൂച്ചയെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പൂച്ചയെ നമുക്ക് ദത്തെടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ടായ രജനേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ചേച്ചിയുടെ വീട്ടിൽ കുറച്ചധികം പൂച്ചയുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു പൂച്ചഗ്രാമം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാ വീട്ടിലും നിറച്ച് പൂച്ചകളാണ്, റോട്ടിലും ഒക്കെ. അതിന് ഉദാഹരണമായിട്ടാണ് ഇതാ നോക്കിയാൽ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തൽപര കക്ഷിയല്ല, തിരിച്ചു പോകുന്നത് കണ്ടില്ലേ? രജനേച്ചിയുടെ വീട്ടിൽ കുറേ അധികം പൂച്ചയുണ്ട്, അമ്മപ്പൂച്ചയും കുഞ്ഞു പൂച്ചകളും ഒക്കെ ആയിട്ട്. ഞാൻ ചെന്നപ്പോൾ തന്നെ അത് അമ്മപ്പൂച്ചയുടെ കൂടെ കിടന്ന് പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പേരെയാണ് ഞാൻ കണ്ടത്. ഇത് കണ്ടോ? ഇതിനകത്ത് ഇനി ആരെ സെലക്ട് ചെയ്യുന്നുള്ള ഒരു ധർമ്മസങ്കടത്തിലാണ് ഞാൻ. സെലക്ട് ചെയ്യുന്നതിലുപരി ഇവർ നമ്മളടുത്ത് അടുക്കണം കേട്ടോ, പരിചിതം ആവണം. അമ്മപ്പൂച്ച എഴുന്നേറ്റ് പോയി. ഇനി ഇതിനകത്ത് ആരെ സെലക്ട് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. എൻ്റെ വീട്ടിലെ വെറ്റിനറി ഡോക്ടറായ പൊന്നൂൻ്റെ കയ്യിൽ ഞാനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അവൾക്ക് ഇതിനെ പിടിക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എടുത്തതിന് ശേഷം നമുക്ക് ആലോചിക്കാം ആരെ വേണമെന്ന്. ഇവനെ ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവനെ നമ്മൾ എടുത്തെങ്കിലും ഇവർ നമ്മളുടെ കൂടെ നിൽക്കില്ല. അവൻ എൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ചെറിയ കള്ളം തന്നെ അവൻ ഓടിപ്പോയി കേട്ടോ. ആ സങ്കടത്തിലിരിക്കുന്ന എന്നെ എന്ത് ചെയ്യാനാ? കണ്ടോ, അവരൊരു അമ്മയുടെ കൂടെ പോയിരുന്ന് കളിക്കുക. എന്നാലും രജനീയച്ചിയുടെ വീട്ടിൽ വന്ന ചേച്ചി ഞങ്ങളെ വെറുതെ ഒന്നും വിടില്ല. ചേച്ചി കുറച്ച് ഇഞ്ചി ഒന്ന് വിട്ടു. പൂച്ചയെ കിട്ടിയില്ലെങ്കിൽ നീ ഈ ഇഞ്ചി കൊണ്ട് പോടിയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ഇഞ്ചിയും കൊണ്ട് വന്നു. പക്ഷേ എൻ്റെ സങ്കടം തീർന്നില്ലല്ലോ. ആ സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ 2 വടയും ചമ്മന്തിയും പോയി കഴിച്ചു. അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷേ വീട്ടിൽ പൂച്ചയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളുണ്ട്. അയാളോട് ഞാൻ എന്ത് പറയാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഋതു ആണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ എവിടെ അമ്മേ പൂച്ചയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നമ്മൾക്ക് പൂച്ച തന്നില്ലെന്നും ആ പൂച്ച നമ്മളോട് വരുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് ഋതുവിനെ ഞാൻ സമാധാനിപ്പിച്ചു. കണ്ടോ, ഋതുവിന് നല്ല പ്രതീക്ഷയായിരുന്നു പൂച്ച നമ്മുടെ കൂടെ വരുമെന്നും പൂച്ചയെ കളിപ്പിക്കാമെന്നും ഒക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കണ്ടോ, പൂച്ചയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അടുത്തൊരു വീഡിയോയിൽ വരുന്നത്. ടാറ്റ ഗായ്സ്, ബൈ.